റൊട്ടി കൊണ്ടുവരുന്ന ഒരാളുണ്ടായി, അപ്പക്കാരൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അത് ഞങ്ങളുടെ ഈ കൊക്കാനശ്ശേരി അങ്ങാടിയിൽ, പയ്യന്നൂരിൻ്റെ ഒരു പഴയ പേരാണ്, അവിടെയുള്ള അങ്ങാടിയിൽ ഈ അപ്പക്കട ഉണ്ടായിരുന്നു, ബേക്കറി. അപ്പം അവിടെ നിന്ന് ഇയാൾ ഒരു വലിയ കൊട്ടയിൽ മുളങ്കൂടയിൽ അപ്പമായിട്ട് വരും, റൊട്ടിയും ബന്നുമായിട്ട് വരും. അത് ഭയങ്കര ഒരു സുഗന്ധമുള്ള ഒരു വരവാണത്. ഇദ്ദേഹം വരുമ്പോൾ ഞങ്ങൾ ദൂരത്ത് നിന്ന് കാണാം, ആ നാട്ടുവഴിയാണെന്ന്, റോഡ് ഒന്നും ആയിട്ടില്ല. അപ്പം അതിലൂടെ ഈ വലിയ ഒരു കൂടയോ ആയിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ വരുന്നത് കാണാം. അപ്പം ഞാനന്ന് ഇയാളുടെ പിറകെ നടക്കും, ഇതിൻ്റെ മണം അറിയാൻ വേണ്ടിയിട്ട്. അപ്പം മണത്തിന് കാശ് കൊടുക്കണ്ടല്ലോ എന്ന് പിറകെ നടന്നത് എൻ്റെ ഒരു ഓർമ്മ ഇപ്പോഴും ആ ബേക്കറി കാണുമ്പോൾ എനിക്ക്, അയാൾക്ക് മരിച്ചിട്ട് എത്രയോ കാലമായി, ഞാൻ ഇയാൾ എത്ര ഈ സുഗന്ധം തന്നിട്ടുണ്ട് എന്നുള്ള ഗന്ധങ്ങൾ ഓർമ്മിക്കുന്ന മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞാലൊരു വിസ്മയമാണ്. അതിൽ മറ്റേ വേറെ ഒരു ഓർമ്മയും കൂടി ഉണ്ട് അതിനകത്ത്, കൗതുകമുള്ള വേറൊരു ഓർമ്മ. ഞാൻ ഒരു 6 7 വരെ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ദിവസം വന്നിട്ട് അവൻ്റെ കൈ എന്നെ മണപ്പിച്ച്, മലയിങ്ങനെ എന്നെ മണപ്പിച്ച. അപ്പോൾ എന്തോ ഒരു വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു മണം. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവൻ ഒരു സദ്യക്ക് പോയിട്ട് വരികയാണ്. ആ സദ്യയുടെ കറി സാമ്പാറായിരുന്നു. അപ്പോൾ ഈ സാമ്പാർ അന്നില്ല, അവിടെ ഇല്ല. അപ്പോൾ വേറെ തരം കറികളാണ് അന്നുണ്ടായിരുന്നത് ആ കാലത്ത്. അപ്പോൾ ഈ സാമ്പാറൊക്കെ പിന്നെ വരുന്നത്. അപ്പോൾ ഇവൻ കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞ ഒരു വിശദാംശം കൂടി പറഞ്ഞു, അതിൽ തക്കാളി ചേർത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ തക്കാളി എന്ന് പറയുന്ന വസ്തു അവിടെ ഇല്ല. ഞങ്ങളുടെ നാട്ടിൽ തക്കാളി കണ്ടിട്ടേ ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളെ അറിയില്ല. എന്നിട്ട് ഞാനും അവനും കൂടിയിട്ട് തക്കാളി കാണാൻ വേണ്ടിയിട്ട് പോയ ഒരു യാത്രയെക്കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. ഈ തക്കാളി കാണാൻ വേണ്ടിയിട്ട് തക്കാളിനെ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും ഈ രണ്ടുപേരിങ്ങനെ അവിടെ വന്നിരുന്നിട്ട്, ഇതാണ് തക്കാളി എന്ന് പറഞ്ഞിട്ട് അതിനെ നോക്കുന്നു. ആ തക്കാളിയുടെ മണമാണത് അതിൽ ചേർത്തിട്ടുള്ള അത്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഓർമ്മകൾ ഉണ്ട് ഒരുപാട്. ഞാൻ പിന്നെ 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഈ പടം എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ സ്കൂളിൽ തീരുമ്പോൾ. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെടുത്ത ആദ്യത്തെ പടം. അതാണ് അത് പറഞ്ഞു നിന്ന പടത്തിൽ ആ ഫോട്ടോ ഉണ്ട്, അതിനെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പോകുമ്പോൾ ഒരു ഇടവഴി പോലുള്ള ഒന്നാണ് ഈ മുളയുടെ ഒരു വേലിയൊക്കെ ഉള്ള ഒരു വഴിയാണ്. അവൾ പോകുമ്പോൾ ഒരു ക്ലാസ്സിലുണ്ടായിരുന്ന പക്ഷേ പെൺകുട്ടി ഈ പൗഡർ വേണമെന്ന് ചോദിക്കുന്നു മുഖത്തിൽ. എന്നിട്ട് ഒരു ചെറിയ കടലാസ് പൊതിയെന്ന് ഈ പറഞ്ഞിട്ട് പൗഡർ എടുത്തിട്ട് മുഖത്ത് ചേർത്തിട്ടാണ് ഈ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അതൊക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടത്, ആ ഒരു ഇത്രയും വിദൂരമായിട്ടുള്ള ഒരു ബാല്യത്തിലെ ഓർമ്മ. അപ്പോൾ ഈ പെൺകുട്ടി അപ്പോൾ ഞാൻ ഈ പരമിൽ നിന്ന് പാടും മാതൃമീര് വന്നുകൊണ്ടിരിക്കും, ഇത് വായിച്ചപ്പോൾ ആകെ അന്തം വിട്ട് എന്നെ വിളിച്ച്, നീ ഇതൊക്കെ എങ്ങനെ ഓർത്തു വയ്ക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഓർമ്മകളൊക്കെ ഉള്ളൂ, ഇതൊക്കെ ഓർത്തു വെക്കാതെ ഇതൊക്കെ ഇല്ലാതായി പിന്നെ ഞാനും ഇല്ലാതെ. നമ്മുടെ അപ്പൻ മാഷ് പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ബോധത്തിൻ്റെ സ്വകാര്യതയിലെ ചില അനുഭവങ്ങളാണ് കഥകളാവുന്നത്. അതെ. അപ്പോൾ ഈ കഥ എഴുതുമ്പോഴും കഥ പറയുമ്പോഴും എത്രയോ മനുഷ്യരുടെ ബോധത്തിൻ്റെ സ്വകാര്യതയിലേക്കാണ് കയറി ചെല്ലുന്നത്. അതെ അതെ. അല്ല, ഈ ഓർമ്മകളെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. എൻ്റെ ചേച്ചി രണ്ടുപേരും മൂത്തവരുണ്ടായിരുന്നു. അവർ എന്നോട് ചോദിക്കുമായിരുന്നത്, കാരണം അവർക്ക് ശേഷമാണ് ഞാൻ ആ വീട്ടിൽ ജനിച്ചത്. പക്ഷെ അവർക്ക് ഇങ്ങനത്തെ ഓർമ്മയില്ല. അവർ പിന്നീട് ആ ജീവിതത്തിൻ്റെ ഒപ്പം അങ്ങനെ പോയി. ഇത് ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം എന്നോ ഞാൻ എഴുതാൻ തുടങ്ങുന്നോ ഒന്നും അവർ പ്രതീക്ഷിച്ചില്ല. ഇത് വായിക്കുമ്പോഴാണ് അവർക്ക് അത് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നു. നമ്മളീ പ്രസവത്തിന് ഒരു പ്രത്യേക മുറിയുണ്ട്, കോമ്പുര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുറിയെക്കുറിച്ച് അതിനകത്ത് വിളക്ക് കത്തിച്ച് വെക്കുന്ന ഒരു വിളക്കിൻ്റെ, ഒരു മൺവിളക്കിൻ്റെ നാളം ഉണ്ടായിരുന്നു. അതിനൊരു വേറൊരു പാത്രം കൊണ്ടത് മറയ്ക്ക് തിരി, അതിൽ നെയ്യൊഴിച്ചാണ് കത്തിക്കും. അപ്പോൾ ഇതിൻ്റെ കരിയാണ് ഈ കണ്ണിനെഴുതുന്നത്, പ്രസവിച്ച സ്ത്രീ കണ്ണിനെഴുതുന്നത്. കുളിച്ച് വന്നിട്ട് ഈ കണ്ണിന് താഴെ വരെ ഈ മയ്യെഴുതുക എന്ന് പറയുന്നത് അതൊരു ട്രീറ്റ്മെൻറ്റാണ്, കണ്ണിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റായിട്ടാണ് ഈ ചെയ്യുന്നത്. ഈ
ഇതൊക്കെ ഞാൻ ഒളിഞ്ഞു നോക്കി കണ്ടതാണ് ആ കാലത്ത്. അപ്പോൾ ഇത് അന്നത്തെ ഇത്തരം കാര്യങ്ങൾ ഓർക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഹൃദ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിങ്ങനെ അതും മെമ്മറി കാർഡുകളുടെ ഈ കാലത്തെ അത് തന്നെ എല്ലാം മെമ്മറി കാർഡിലേക്ക് ശേഖരിച്ച് വെച്ച് മനുഷ്യൻ ഫ്രീ ആയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇത് അന്നത്തെ ഈ ആൾക്കാരെയും അന്ന് കണ്ട നിഴലുകൾ, അന്ന് കേട്ട കാര്യങ്ങൾ, അതൊക്കെ ഇപ്പോഴും മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അത് പക്ഷേ ഇത് വലിയ പാടാണ്. നമ്മൾ ഒന്നാമത് ഈ ഓർമ്മകൾ എന്ന് പറയുന്നത് നമ്മൾ പലതും കൂടി ചേർന്നതാണ്. ഓർമ്മകൾ എന്ന് പറയുന്നത് ഇങ്ങനെ അതിൻ്റെ കെട്ടുപണഞ്ഞ് കിടക്കുന്നതാണ്. അത് ഈ ജീവിതാനുഭവങ്ങൾ, നമ്മുടെ യാത്രകൾ, വായിച്ച കൃതികൾ, കണ്ട തരത്തിലുള്ള സിനിമകൾ, ഇതെല്ലാം കൂടി കെട്ടുപണഞ്ഞ് കിടക്കുന്ന ഒരു വിചിത്രമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടറാണിത്. സിനിമയിലേക്ക് പ്രവേശിച്ചില്ലല്ലേ? അല്ല, സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഈ വായിക്കുന്നതിന് മുമ്പേയുള്ള തുടങ്ങിയിട്ടുള്ള ഒരു പരിചയമാണ് സിനിമയായിട്ട്. ഏറ്റവും ചെറിയ പ്രായത്തിൽ. ഞാൻ നേരത്തെ അമ്മയുടെ കാര്യം പറഞ്ഞല്ലോ. അമ്മ ഇപ്പോൾ 2 വർഷം മുമ്പാണ് മരിക്കുന്നത്. അപ്പോൾ അമ്മ എന്നെ എടുത്തിട്ട് സിനിമയ്ക്ക് പോകുമായിരുന്നു. നമ്മൾ ഒരു ഓലക്കൊട്ടകയാണ്, ഈ കുക്കനശ്ശേരി അങ്ങാടിയിലുള്ള ഒരു ഓലക്കൊട്ടകയാണ് ശോഭ ടാക്കീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടേക്ക് സിനിമ കൊണ്ടുപോകും. അന്ന് ഈ സിനിമ കൊണ്ടുപോകുമ്പോൾ വെച്ചാൽ ചെറിയ, നമുക്കൊന്നും അറിയില്ല എന്താണ് സംഭവിക്കുന്നത്, കാണുന്നത്. ടിക്കറ്റ് എടുക്കേണ്ട, കാരണം ഈ കുട്ടിയായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ എടുത്താണ് പോകുന്നത്. പക്ഷെ അവിടം വരെ നടക്കണം. ചെറിയ തീരെ ചെറുതായിരിക്കുമ്പോഴല്ല, കുറച്ചുകൂടെ മുതിർന്നിട്ട്. പക്ഷെ അവിടെ ടിക്കറ്റിൻ്റെ വാതിലെത്തുമ്പോൾ അമ്മ എടുത്തകത്തേക്കുള്ളൂ. അപ്പോൾ ടിക്കറ്റ് വേണ്ട. അപ്പോൾ അങ്ങനെ കുറേ വലുതായിട്ട് ഞാനിങ്ങനെ അമ്മയുടെ ഒക്കെ തിരുന്നിട്ടുണ്ടെന്ന്. പക്ഷെ സിനിമ അന്ന് എൻ്റെ വലിയ അത്ഭുതകരമായിട്ടാണ് തോന്നിയത്. സിനിമയിൽ നിന്നാണ് ഞാൻ ഒരുപാട് ജീവിതം പഠിച്ചത്. അത് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ഇപ്പം നമ്മുടെ അവിടെ ഈ ക്രൈസ്തവ ജീവിതം ഇല്ലാത്തൊരു ഗ്രാമമാണ്. അവിടെ ക്രിസ്ത്യാനികളോ പള്ളിയോ ഒന്നുമില്ല. ആകെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു അധ്യാപിക, അവരൊരു ക്രിസ്ത്യാനി ടീച്ചർ എന്നാണ് അവർ വിളിച്ചിരുന്നത്. പക്ഷെ അവരൊരു ക്രിസ്ത്യാനിയാണ്. കാരണം അവർ കല്യാണം കഴിച്ചത് ഒരു ഈഴവനെയാണ്. എന്നിട്ട് അവിടെ വന്ന് താമസിക്കുകയും ഇപ്പോഴും ഉണ്ട്. അവരുടെ ജീവിതം തുടരുകയാണ്. അയാൾ മരിച്ചുപോയി. എൻ്റെ സുഹൃത്തായിരുന്നു പിന്നീട്. മക്കളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവർ ക്രിസ്ത്യാനി ടീച്ചർ എന്നാണ് അവരെ വിളിക്കാൻ. വലിയ കൗതുകമുള്ള കാര്യം. അപ്പോൾ അവിടെ ഇതൊന്നുമില്ല, ഇങ്ങനെയുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഈ ക്രൈസ്തവ ജീവിതം കാണുന്നത് സിനിമയിൽ നിന്നാണ്. ഈ 60കളിലെ സിനിമകളിൽ ആ സിനിമകൾ കാണുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഒരു ജീവിതമായല്ലോ, ഇത് വേറൊരു ജീവിതമാണല്ലോ, ഇവർ സംസാരിക്കുന്ന വാമൊഴി വേറെയാണല്ലോ, ഇവരുടെ ആചാരങ്ങൾ വേറെയാണ്. അങ്ങനെയുള്ള ഇതിലൂടെയാണ് ഒരു ജീവിത പരിചയം വരുന്നത്. നമ്മുടെ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള അറിവ് കുറേ കൂടി വിശാലമായിട്ട് ഇങ്ങനെ വരുന്നത് ഈ സിനിമകൾ കാണുമ്പോഴാണ്. സാഹിത്യമുണ്ട് തീർച്ചയായിട്ടും, അത് രണ്ടും കൂടി ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ പാറപ്പുറത്തിൻ്റെ പുസ്തകങ്ങൾ, സീരിയസ് ആയിട്ടുള്ള വായനയിലേക്ക് വരുന്ന ഘട്ടത്തിൽ പാറപ്പുറത്തിൻ്റെ പുസ്തകങ്ങൾ, ഈ ആദ്യ കിരണങ്ങൾ, അന്വേഷിച്ചു കണ്ടെത്തിയില്ല, ആ പുസ്തകങ്ങൾ, പൊൻകുന്നം വർക്കിയുടെ കഥകൾ, മുറ്റത്ത് വർക്കിയുടെ കഥകൾ, അതൊക്കെ വായിക്കുമ്പോൾ അതും ഒപ്പം തന്നെ സിനിമയും കാണുന്നുണ്ട്. ചില സ്റ്റേജ് നാടകങ്ങളും ഒപ്പം. ഇപ്പോൾ CL ജോസൊക്കെ എഴുതിയിട്ടുള്ള നക്ഷത്രവിളക്ക്, ഭൂമിയിലെ മാലാഖ എന്നൊക്കെ പറഞ്ഞ തരത്തിലുള്ള നാടകങ്ങൾ, അതും അപൂർവങ്ങളായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു. അത് പക്ഷേ എപ്പോഴും ഇല്ല, വല്ലപ്പോഴും കൊല്ലത്തിൽ ഒരു തവണയൊക്കെ ഇറങ്ങാറുള്ളൂ. അത് ഈ അവിടെയുള്ള അമേച്ചർ കലാസമിതികൾ അവതരിപ്പിക്കുന്നതാണ്. അത് പക്ഷേ സിനിമയിൽ ആ സമയത്തുണ്ടായിരുന്ന ഈ ആദ്യീകരണങ്ങൾ, അന്വേഷിച്ച് കണ്ടെത്തിയില്ല, റബേക്ക, തൊമ്മനും മക്കളും, ഭാര്യ, ഇങ്ങനെയുള്ള കുറേ സിനിമകൾ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഇത്തരം സിനിമകൾ കാണാൻ വേണ്ടിയിട്ട്. അതിലെ പാട്ടുകൾ, ക്രിസ്തീയ ഗാനങ്ങൾ, അതൊക്കെ അന്ന് വലിയ താല്പര്യമായിരുന്നു. ഇപ്പോഴും അതെ, അല്ലാന്ന് പറയാൻ പറ്റില്ല. അത് ഞാനും അപ്പൻ സാറും ഇത് പറയുന്ന കാര്യമാണ്. അപ്പൻ സാറായിട്ട് ഞങ്ങളിത് സംസാരിക്കുമ്പോൾ അപ്പൻ സാറിന് ഇതേപോലെ തന്നെയാണ് ഈ പാട്ടുകൾ, ഈ നിത്യവിശുദ്ധയും കന്യാമറിയമേ, ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എഴുതുമ്പോൾ ഈ പാട്ടുകളും പാടുമായിരുന്നു. നിത്യവിശുദ്ധയും കന്യാമറിയമേ, ആ തരം പാട്ടുകൾ, ഈശോമറിയ ഔസേപ്പേ, വിശുദ്ധനായ സെബാസ്റ്റ്യനോസ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നൊക്കെയുള്ള പാട്ടുകൾ വളരെ വികാരാർദ്രമായിട്ട് അധികം പാടുമായിരുന്നു.
പിന്നെ ഞങ്ങൾ തമ്മിൽ ഈ ബൈബിളിനെ കുറിച്ചിട്ട് ഒരു ദീർഘ സംഭാഷണം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം, ഒരു പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ട്, ഒരു ഈസ്റ്ററിൽ ഒരു പകൽ മുഴുവൻ ഞങ്ങൾ ഈ ബൈബിൾ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സംഭാഷണം നടത്തിയിരുന്നു. അത് ഏതാണ്ട് ഒരു സമാന മനസ്കരാണെന്ന് പറയാം ഏറെക്കുറെ. അപ്പോൾ അത് ഈ ക്രിസ്തുവിൻ്റെ ഈ ലിബറേഷൻ തിയോളജിയുടെ ആശയങ്ങൾ ഒന്നും അപ്പം സ്വാധീനിച്ചിരുന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു ബൈബിളിൻ്റെതായിട്ടുള്ളൊരു സൗന്ദര്യ തലം, മേരി മാതാവിൻ്റെതായ ജീവിതം, അതൊക്കെ മധുരം ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ആത്മീകമായിട്ട് ഈ ബൈബിൾ എന്ന് പറയുന്നത് ഈ വെളിച്ചത്തിൻ്റെതായ ഒരു കവചമാണ് എന്നുള്ള ഒരു വലിയ സങ്കല്പം അതാണ്. അപ്പോൾ അത് എന്നോട് എപ്പോഴും അതിനെക്കുറിച്ച് പറയുമായിരുന്നു. പിന്നീട് അതിൻ്റെ യോബിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്നു. ഇന്നലെ നമ്മൾ സംസാരിച്ച് പോവാ KM ജോർജ് അച്ഛൻ പറഞ്ഞ ആ വാക്ക് വ്യസനം. ഒരുപക്ഷെ ആ വ്യസനത്തിൽ നിന്ന് വിഷാദത്തിലേക്ക് ഈ പുതിയൊരു കാലം മാറിയിട്ടുണ്ടോ? വിഷാദം എന്ന് പറയുന്നത് ഒരു രോഗമാണ്. അതാ പറഞ്ഞ ആ രോഗാവസ്ഥയിലേക്ക് നമ്മളിപ്പം പറയുന്ന ഈ സ്കിസോഫ്രീനിയ എന്നൊക്കെ പറയുന്ന വിഷാദം എന്ന് പറയുന്നത് രോഗം പോലെ ഉള്ളതാണ്. വിഷാദിയാണ് അവൻ എന്ന് പറഞ്ഞാൽ അവനൊരു രോഗിയാണ്. കാരണം ഒരു വെളിച്ചത്തിലേക്ക് വരാനുള്ള ഒരു വിമുഖത പൊതുവെ ഇപ്പൊ കുട്ടികളെ അതെ കാണിക്കുന്നത് പോലെ അവനവനിലേക്ക് ചുരുങ്ങുക എന്നുള്ള ഒരു വലിയ പ്രവണതയുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു യുവത എന്ന് പറയുന്നത് ഈ പഴയ പോലെയുള്ള ഒന്നല്ല. അത് അവനവനിലേക്ക് ചുരുങ്ങിയതാണ്. അവരും അവരുടെ ഫോണോ അവരുടെ ലാപ്ടോപ്പോ, അവർക്ക് ഓർമ്മകൾ ആവശ്യമില്ല, ഓർമ്മകളില്ല, ചരിത്രം വേണ്ട, ചരിത്രം അറിയില്ല, ഒന്നും അറിയില്ല. നമ്മുടെ ഒരു പരിസര ചരിത്രം പോലും അവർക്ക് അറിയില്ല. ഇപ്പം ഞാനൊക്കെ ചെറുതായിരുന്ന കാലത്ത് എൻ്റെ ഗ്രാമത്തിൽ ഏത് വീട്ടിൽ ആരാണ് താമസിക്കുന്നത്, അവിടെ എത്ര പശുക്കളുണ്ട്, അവിടെ ആർക്കാണ് പുതുതായി ഗർഭം ഉണ്ടായിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങൾ മുഴുവൻ അറിയുമായിരുന്നു. ഓരോരുത്തരെയും പേര് പറഞ്ഞ് വിളിക്കുമായിരുന്നു. ഓരോ വീട്ടിലും പോകുമായിരുന്നു. ഏത് വീട്ടിലും അന്ന് കയറി ചെല്ലാമായിരുന്നു. ഏത് അടുക്കളയിലും കയറി ചെല്ലാമായിരുന്നു. അപ്പോൾ ഏത് വീട്ടിൽ പോയാലും നീ കഴിച്ചതാണോ എന്ന് ചോദിക്കുകയും ഭക്ഷണം തരുകയും ഒക്കെ ചെയ്യുന്നതായിരുന്നു. അന്ന് ഈ മതിലുകളുണ്ടായിരുന്നില്ല, വേലിക്കെട്ടുകളുണ്ടായിരുന്നില്ല. അപ്പോൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് വീട്ടിൽ ഒഴിവ് ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പോയിട്ടില്ലെങ്കിൽ വീട്ടുകാർക്ക് വലിയ ഇപ്പോൾ അങ്ങനെ ഈ വീട്ടുകാർക്കൊന്നും അങ്ങനെ ഒരു വേവലാതി ഉണ്ടായിരുന്നില്ല. അവരങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്, മേയാൻ വിട്ടിരിക്കുക, അത് മേഞ്ഞ് തിരിച്ചു വരുന്നത്. നമ്മളങ്ങനെ ഈ പശുക്കളെയൊക്കെ നഗരങ്ങളിലും അവിടെയൊക്കെ അഴിച്ചുവിടുക, അത് മേഞ്ഞ് തിരിച്ചു വരും. അതേപോലെ ഈ കുട്ടികളും അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞ് എവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച് പക്ഷേ അവസാനം ഇവിടെ വരും. അവസാനം ദേഹം നിറയെ പൊടിയൊക്കെ ആയിട്ട് വീട്ടിൽ വരികയും കുളിക്കാതെ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു, പക്ഷേ ഒരു തുറസിലാണ് ജീവിച്ചിരുന്നത്, ഒരു ഇടുക്കത്തിലല്ല. ഇതാണ് ഒരു വ്യത്യാസം, ഏറ്റവും വലിയ വ്യത്യാസം അതാണ്. എല്ലാവരുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. എല്ലാ കല്യാണ ചടങ്ങുകളിലും ചെന്ന് വിളിച്ചില്ലെങ്കിലും ചെന്ന് കയറാമായിരുന്നു. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അറിയുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു വലിയ തുറസ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയി ശരിക്കും പറഞ്ഞാൽ.